ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഷെയ്ക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കാത്തൊരു ഐറ്റത്തിനെ കൊണ്ട് ഷെയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫാമിലിയിലോട്ട് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് ലഭിക്കും കേട്ടോ. അപ്പോൾ വീട്ടിലിങ്ങനെ എന്താ പറയുക, പഴം പഴുത്ത് വെറുതെ കളയുന്ന പഴങ്ങൾ ഉണ്ടാവില്ലേ, അതായത് ഇങ്ങനെ കറുപ്പ് വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ തിന്നാൻ മടിക്കും ഈ പഴം. അപ്പം നമുക്ക് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം ആ പഴത്തിനെ കൊണ്ട്. അപ്പോൾ തുടങ്ങാം അല്ലേ. പഴം ഇങ്ങനെ അതിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ അരിയോ അല്ലെങ്കിൽ 2 പീസാക്കിയാലും മതി. ഇങ്ങനെ കുറച്ചും കൂടെ ചെറിയ പീസാക്കി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ അടിക്കാൻ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കയ്യിലുള്ള എത്ര പഴമാണോ അത്രയും എടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് തിക്കായി പോകരുത്. ഞാനിപ്പോൾ ഒരു 4 or 5 നേന്ത്രപ്പഴമാണ് എടുത്തത്. അപ്പോൾ അതിലിടക്ക് നമ്മൾ പാലൊന്ന് കട്ടയാക്കാൻ വെക്കണം ഫ്രീസറിൽ. അപ്പോൾ അത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഷേക്കൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പാല് കട്ടയായിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ആ തൊലി നന്നായിട്ടൊന്ന് കളഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് ബാക്കി വിശേഷം പറയാം അല്ലേ. അപ്പോൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഒരിക്കുക, അത് മാത്രം ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നാലേ അതൊന്ന് കട്ടകളില്ലാണ്ട് പഴമൊന്ന് അടിഞ്ഞു കിട്ടും. അപ്പോൾ അതിന് ശേഷം പാല് അടിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നമ്മൾ അതൊന്ന് അടിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ പാല് കട്ടയാക്കാൻ വെച്ചിരുന്നു. നമ്മൾ പാക്കറ്റ് പാലല്ല, സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുന്ന പാലാണ്. അപ്പോൾ പാല് തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം നമ്മൾ ഫ്രീസറിലെടുത്ത് വെച്ചിരുന്നു. അത് നമ്മളിങ്ങനെ കത്തി കൊണ്ട് ജസ്റ്റ് കുത്തി പൊട്ടിച്ചാൽ തന്നെ ആ കട്ടകൾ ഇങ്ങനെ പൊട്ടി വരും, പീസായിട്ടിടും കഴിയും. അപ്പം നമ്മൾ അതും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു എത്രയാണോ നിങ്ങൾക്ക് ആവശ്യത്തിന് അതിൻ്റെ ടൈറ്റ് വേണ്ടതോ ലൂസ് വേണ്ടതോ ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ പിന്നെ ആ പാലിൻ്റെ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ആണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്പെഷ്യലായിട്ടാണ് കണ്ടോ ഈ ആളെ നമ്മൾ ഇടണം കേട്ടോ. അപ്പോൾ വേറെ തന്നെ ഒരു ലെവലായിരിക്കും ആ ജ്യൂസല്ല ഷേക്കിന്. അപ്പോൾ ഞാൻ ഒരു 5 രൂപേൻ്റെ പാക്കറ്റ് ബൂസ്റ്റും കൂടി എടുക്കുന്നുണ്ട്. 2 പാക്കറ്റും ഇപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് എടുക്കുന്നുള്ളൂ. ഒരു പാക്കറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു ലെവലായിരിക്കും കേട്ടോ ഈ ഷേക്ക്. അപ്പോൾ ഞാൻ ആ ബൂസ്റ്റും കൂടി ഇതിനകത്ത് പൊട്ടിച്ചിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതും കൂടി ഒന്ന് അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഷേക്ക്, അപ്പം എൻ്റെ അച്ഛന് ഷുഗറുള്ളേ, അപ്പോൾ കുറച്ച് ആദ്യം ഷുഗർ ഇടുന്നതിനിടയ്ക്ക് ഞാൻ മാറ്റി വെക്കാറുണ്ട് അച്ഛന്. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഷുഗർ ഇട്ടതിന് ശേഷം ഞാൻ ഒന്നും കൂടി അടിക്കുമെന്ന്. നിങ്ങൾക്ക് ഷുഗർ എത്രയാണോ വേണ്ടത് നിങ്ങൾ അളവിനനുസരിച്ച് ഷുഗർ ഇടാം, കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഐറ്റം റെഡി ആയിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.